ഒരു 37-38 വർഷങ്ങൾക്ക് ശേഷം മണിരത്നം കമലഹാസൻ വീണ്ടും ഒന്നിച്ച തഗ് ലൈഫ് പടം ഒരു ഗ്യാങ്സ്റ്റർ മോഡിലുള്ള പടമാണ്. എനിക്ക് പടം വർക്കായില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് എന്നല്ല, കൂടുതൽ നെഗറ്റീവ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. കാരണം ഒരു സ്ഥിരം നമ്മൾ ട്രെയിലറിൽ നിന്ന് കണ്ടിട്ടുള്ള കഥ തന്നെയാണ്. ഞാൻ വിചാരിച്ചു ട്രെയിലറിൽ ഇത്രയും ഓപ്പണായിട്ട് പറഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പോസിറ്റീവ്സ് എ.ആർ. റഹ്മാൻ്റെ സോങ്സ് എല്ലാം ഇപ്പം എൻ്റെ ഫേവറേറ്റ് സോങ് ലിസ്റ്റിലുള്ളതാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുണ്ടാവും ഓൾറെഡി സോങ്സ്. ബി ജി എമ്മും ഗംഭീര ബി ജി എം ആണ്, അതിലൊന്നും പറയാനില്ല. രവി കെ ചന്ദ്രൻ്റെ ക്യാമറ വർക്ക് നല്ല കളർഫുള്ളായിട്ടുണ്ട്. എല്ലാവരെയും നല്ല ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. കോസ്റ്റ്യൂംസ്, ഫ്രെയിംസ്, മണിരത്നത്തിൻ്റെ ഫ്രെയിംസ്. ഞാൻ പോസിറ്റീവ്സ് പറയാണ് ഫസ്റ്റ്, കാരണം പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് നെഗറ്റീവ് മാത്രമാണ്. എന്തായാലും റിവ്യൂവേഴ്സിനൊക്കെ, സ്ഥിരം നന്നായിട്ട് വെട്ടിക്കേറി കൊല്ലുന്ന റിവ്യൂവേഴ്സിനൊക്കെ ഇഷ്ടം പോലെ പറയാനുള്ളതും ട്രോളാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഇത്രയും വലിയ ടീമുകൾ ഒന്നിക്കുന്ന അവർ ഇന്ത്യയിലെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെ, കാലിബറുള്ള ആൾക്കാരെ തന്നെ അവർക്ക് വെക്കാൻ പറ്റും. അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. എഡിറ്റിങ് ശ്രീകർ പ്രസാദ്, ആക്ഷൻ കൊറിയോഗ്രാഫി അൻബറിവ്, അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ പാർട്ട്. പക്ഷേ ബേസിക് അടിത്തറ എന്ന് പറയുന്ന ഒരു സാധനമില്ല. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കേട്ടിട്ടുള്ള ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ കഥ, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട്, കൊല്ലല്, വെടിവെപ്പ്, അതിൻ്റെ ഇടയിൽ കുറേ സീരിയൽ, കുങ്കുമപ്പൂവ്, അത് ഇത്, ദേശായി കുടുംബം. ഇത് ദേശായി കുടുംബത്തിൽ വെച്ചാൽ മതിയായിരുന്നു ഈ കഥ. രംഗരായ ശക്തിവേലൊന്നും വേണ്ട, രംഗരായ ദേശായി, അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ കഥയാക്കിയിട്ട് സൺ ടി വിയിലോ ഇതിലെങ്കിൽ ഇട്ടോട്ടെ, 7:30 ഒരു 3-4 പരമ്പരയായിട്ട് ഇട്ടോട്ടെ അവർ. അങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ഈ അത്രയും പ്രതീക്ഷിച്ചിട്ട് ഇത്രയും വലിയ ലെജൻസ് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണ്ടേ? ഈ ചെയ്തത് തന്നെ. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് പോയിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ പാർട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടിയാണ്. പുള്ളി ആളെ ഏൽപ്പിച്ച പണി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കാര്യമില്ലാണ്. തിയേറ്ററിലൊക്കെ ലാസ്റ്റ് ഇരുന്നിട്ട് ആൾക്കാർ ഇങ്ങനെ കമൻ്റ് അടിക്കുന്നത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നു. ഞാൻ കുറേ ആയി അങ്ങനെ ഒരു പടത്തിന് ഇപ്പോൾ കേട്ടിട്ട്, തിയേറ്ററിൽ ഇരുന്നിട്ട് ആൾക്കാർ ഇങ്ങനെ കമൻ്റ് അടിച്ച് ചിരിക്കുക. അത് ഈ ഫസ്റ്റ് ഷോ ആയതുകൊണ്ട് കുറച്ച് കുറവായിരിക്കും. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ഷോയിലൊക്കെ എന്തായിരിക്കും എന്നറിയില്ല. കുറച്ച് ഫ്രെയിം വർക്കൊക്കെ കാണണമെങ്കിൽ വെറുതെ ഇതുപോലത്തെ വലിയ പടങ്ങളാണ്, മണിരത്നത്തിൻ്റെ ഒക്കെ പടമാണ് എന്ന് പറഞ്ഞിട്ട് കാണുന്നവർ പോയിട്ട് തല വെച്ചോ, അല്ലാണ്ട് ആരും തല വെക്കുന്നൊന്നും തോന്നുന്നില്ല. ശരി.